മാത്രം മതി ട്രേഡ് എടുക്കാനും പൊസിഷൻ സൈസ് ചെയ്യാനും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് MT5 ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് നമുക്കൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ അഗ്രി ചെയ്യാൻ വരും. ജസ്റ്റ് അത് അക്സെപ്റ്റ് കൊടുക്കുക. ദെൻ അവർ ഫസ്റ്റ് തന്നെ ഓപ്പൺ എ ഡെമോ അക്കൗണ്ട് എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ അൽപാരിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫണ്ടിങ് ഫേമിലോ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ക്ലോസ് ബട്ടൺ നെക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ട് ഇതിലേക്ക് ലിങ്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഡെമോ അക്കൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ആൻ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡെമോ അക്കൗണ്ട് മാത്രമാണ്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ പേരും കാര്യങ്ങളും കൊടുക്കുക. ഞാനിവിടെ പേര് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ നിങ്ങൾ ഫോൺ നമ്പർ കാര്യങ്ങൾ കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് നിങ്ങൾ ഇവിടെ ഇമെയിൽ ID കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളിവിടെ നെക്സ്റ്റ് വരേണ്ട ഈ ഭാഗത്ത് സെർവർ മെറ്റ കോഡ്സ് ഡെമോ തന്നെയാണ്. നിങ്ങൾ ഡെമോ അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങളിവിടെ അക്കൗണ്ട് ടൈപ്പ് ഫോറക്സ് ഹെഡ്ജഡ് USD എന്നുള്ളത് കൺഫേം ചെയ്യുക. ലിവറേജ് നമുക്ക് വേണ്ട ലിവറേജ് കൊടുക്കുക. ഓക്കെ, ഒരു ഡെമോ അക്കൗണ്ടിൽ 1:100 അല്ലെങ്കിൽ 1:200 നമുക്ക് ഏതാണോ യൂസ്ഫുൾ അത് കൊടുക്കുക. ഡെപ്പോസിറ്റ് എമൗണ്ട് ഒരു 5,000 മതി. ഓക്കെ, അഗ്രിമെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുക, രജിസ്റ്റർ കൊടുക്കുക. അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയ ആ ഒരു ഡെമോ അക്കൗണ്ട് അവിടെ സ്റ്റാർട്ടായി. അതിൻ്റെ ലോഗിൻ ID, പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റർ പാസ്വേഡൊക്കെ അവിടെ കിട്ടിക്കാണും. ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇനി ഡൺ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഡെമോ അക്കൗണ്ട് അവിടെ സെറ്റായി. ആ ഒരു ഡെമോ അക്കൗണ്ട് അവിടെ ക്ലിയറായി. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് പരിചയപ്പെടാം. ഏറ്റവും ടോപ്പിൽ അക്കൗണ്ട്സ് എന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് മാനേജ് അക്കൗണ്ട്സിൽ പോയാൽ നിങ്ങൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന മൊത്തം അക്കൗണ്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഏറ്റവും ടോപ്പിൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. അപ്പോൾ അവിടെ ബ്രോക്കേഴ്സ് എന്ന് കാണാം. കാരണം നമുക്കിപ്പോൾ അൽപാരിയിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അൽപാരി എന്നുള്ള ആ ബ്രോക്കറിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അൽപാരിയുടെ ചിഹ്നം കാണിക്കും. ഓക്കെ, അപ്പം ഓപ്പൺ ഡെമോ അക്കൗണ്ട് എന്നുണ്ട്. പിന്നെ ലോഗിൻ ടു എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അൽപാരിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് MT5ൻ്റെ ലോഗിൻ ID പാസ്വേഡൊക്കെ കിട്ടിക്കാണും. അത് ജസ്റ്റ് ഇവിടെ ലോഗിൻ എന്നുള്ളത് കൊടുക്കുക മാത്രമേ വേണ്ടിയുള്ളൂ. ഓക്കെ, ഇവിടെ ലോഗിൻ പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ അൽപാരിയിൽ എടുത്ത അക്കൗണ്ട് നമുക്ക് MT5 ആയിട്ട് ഇവിടെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഫണ്ടിങ് വ്യൂസിൻ്റെ ഒരു അക്കൗണ്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഫണ്ടിങ് വ്യൂസ് നടിക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ഫണ്ടിങ് വ്യൂസ് വരും. അതിൻ്റെ ഡെമോ അക്കൗണ്ടാണോ അല്ലെങ്കിൽ അതിൻ്റെ ഏത് സെർവർ ഉപയോഗിച്ചിട്ടുള്ള ലോഗിൻ ID പാസ്വേഡ് ആണെന്നുണ്ടെങ്കിൽ അതിവിടെ അത് അവർ ഇമെയിൽ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു ഫണ്ടഡ് ഫേം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ ലോഗിൻ ID പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ കൊടുക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി ഇതാണ് ഈ ഒരു അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ താഴെ നിങ്ങൾക്കിവിടെ കാണാം കോഡ്സ് ഉണ്ട്, ചാർട്ട്സ് ഉണ്ട്, ട്രേഡ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, മെസ്സേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കോഡ്സ് എന്നുള്ള ഇവിടെ വന്നാൽ ഇവിടെയാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന പെയറുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ റാൻഡമായിട്ട് കുറേ പെയറുകളുണ്ട്. യൂറോ USD ഉണ്ട്, GBP USD ഉണ്ട്, USD CHF ഉണ്ട്, അങ്ങനെ കുറേ പേഴ്സ് ഉണ്ട്. നമുക്ക് ഇവരെല്ലാവരും ഒന്നും ആവശ്യമില്ല. ചില കാര്യങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്യും വേണം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് ക്ലിയർ ചെയ്യാം. സോ ഈ ടോപ്പിൽ റൈറ്റ് ടോപ്പിൽ ഇവിടെ ഒരു പെൻസിലിൻ്റെ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു പെന്നിൻ്റെ ബട്ടൺ. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണോ ആവശ്യമില്ലാത്തത് അതൊക്കെ നമുക്ക് കളയാം. അപ്പം USD CHF അത് വേണ്ട. അപ്പം നമ്മൾ ഈ ഒരു ട്രാഷ് ബട്ടൺ നിൽക്കുക. എന്നിട്ട് ഏതൊക്കെയാണോ വേണ്ടാത്തത് അതൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, USD CHF, USD JPY, USD CNH ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നമ്മൾ മെയിനായിട്ട് USD GBP ഗോൾഡ് നാസ്ഡാക്ക് ഇത് മാത്രമാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്തതൊക്കെ സെലക്ട് ചെയ്തു. ഇനി വീണ്ടും ഈ ട്രാഷ് ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ആ ഒരു കോഡ്സ് നിന്ന് ക്ലിയറായി പോയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പേഴ്സ് ആഡ് ചെയ്യണം. ഇതിൽ USD GBP മാത്രമേ ഉള്ളൂ. നമുക്ക് ഗോൾഡ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലസ് ബട്ടൺ നിൽക്കുക. എന്നിട്ട് അവിടെ സിമ്പിളിൻ്റെ കറൻസി നെയിം അടിച്ചു കൊടുക്കണ്ടോ, XAUSD എന്നടിക്കുമ്പോൾ ഗോൾഡ് വന്നു. എന്നിട്ട് അതിൽ പ്ലസ് ബട്ടൺ നോക്കി കഴിഞ്ഞാൽ യെസ് അത് നമ്മുടെ കോഡ്സിൽ വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള USD GBP അതേപോലെ XAUSD ഇത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷൻ താഴെയുള്ള നെക്സ്റ്റ് സെഷനിലേക്ക് വരാം. അതാണ് ചാർട്ട്സ്. ഓക്കെ,
ഞാൻ ചാർട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ യൂറോ USDയുടെ ചാർട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഈ USDയുടെ ചാർട്ടിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറേ മാറ്റങ്ങൾ വരുത്താം. ഏറ്റവും ടോപ്പിൽ ഇവിടെ കണ്ടോ M5 എന്ന് കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റാം, ടൈം ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ മാറ്റി നോക്കാം. ഓക്കെ, ടൈം ഫ്രെയിംസ് കാര്യങ്ങൾ മാറ്റി നോക്കാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടിലെ സെറ്റിങ്സ് ആണ് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ചാർട്ടിൽ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു റൗണ്ട് ബട്ടൺ, ചാർട്ടിൽ എവിടെയെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു റൗണ്ട് ബട്ടൺ വരും. അവിടെ നിങ്ങൾക്ക് ടൈം ഫ്രെയിമുകൾ തന്നെ അവിടെ മാറ്റാൻ പറ്റും. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലസ് ചിഹ്നത്തിന് തൊട്ടടുത്തുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ ഉണ്ട്. വോളിയം കാണിക്കണമെന്നുണ്ടെങ്കിൽ ഷോ വോളിയം, ഓപ്പൺ ഹൈ ലോ ക്ലോസ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് കാണിക്കാം. ഓക്കെ, ട്രേഡ് പൊസിഷൻസ്, ട്രേഡ് ഓർഡേഴ്സ്, ഇതിൽ നിങ്ങൾ ട്രേഡ് ഹിസ്റ്ററി എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്തിടുക. ഇനിയിപ്പോൾ ചാർട്ടിൽ നിങ്ങൾക്ക് ഗ്രിഡിൻ്റെ ആവശ്യമില്ല എന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഗ്രിഡ് എന്നുള്ള പാർട്ട് ഒന്ന് ടിക്ക് ഓഫ് ചെയ്യുക. ഓക്കെ, പിന്നെ SLTP ലെവൽസ് നമുക്ക് വേണം. ഓക്കെ, ആസ്ക് പ്രൈസ് ലൈന്, ലാസ്റ്റ് പ്രൈസ് ലൈന് അതൊക്കെ കൊടുക്കാം. ട്രേഡ് നോട്ടിഫിക്കേഷൻ വേണം. ഓക്കെ, 1 ക്ലിക്ക് പാനൽ അറ്റ് ദ ബോട്ടം, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ കൗണ്ട് ആൻഡ് പാർട്ട് ക്ലോസ്, ഫ്രീ ചാർട്ട് മൂവ്മെൻറ്റ്. നിങ്ങൾക്ക് കളറാണ് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളേഴ്സ് എന്ന് പോവുക. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ ഫോർഗ്രൗണ്ട് ഇപ്പം ഏത് കളറിലാണോ വേണ്ടത് ആ കളറിലേക്ക് മാറ്റാം. ഗ്രിഡ് ഏത് കളറിലാണ് വേണ്ടത് അതിലേക്ക് മാറ്റാം. ബാർ അപ്പ് ഡൗൺ ഏതാണോ വേണ്ടത് അതിലേക്ക് മാറ്റാം. ഓക്കെ, ഇപ്പോൾ ഫോർഗ്രൗണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ബ്ലാക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ആക്കി കൊടുക്കാം. ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കി. ഓക്കെ, ഫോർഗ്രൗണ്ട് വൈറ്റ് ആക്കി. ഗ്രിഡ് ഞാനിവിടെ ഓഫ് ആക്കിയിട്ടാണ്. ഇനി സേവ് കൊടുക്കാം. നമ്മൾ ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ചാർട്ടിൻ്റെ ഇൻ്റർഫേസ് തന്നെ മാറിയതായിട്ട് കാണാം. ഓക്കെ, ഇത് നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഇനി ഇതിൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ MT5 തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൊസിഷൻ സൈസിങ് ചെയ്യാൻ പറ്റും. വേറൊരു എക്സ്റ്റേണൽ ആപ്പിൻ്റെ അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ ഒരു ഹെൽപ്പൊന്നും ഇല്ലാതെ നമുക്കിതൊന്നും തന്നെ ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും ടോപ്പിൽ ഈ M15 കഴിഞ്ഞതിന് ശേഷം 2 ബട്ടൺ കാണാം. ഓക്കെ, ഇതിൽ ഈ ഒരു ബട്ടൺ, ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ക്ലോക്കിൻ്റെ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ലിമിറ്റ് ഓർഡർ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ നമ്മളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു ലൈൻ വന്നിട്ടുണ്ടാവും, ഒരു ബ്ലൂ ലൈൻ. അതിന് ഇവിടെ ബൈ ലിമിറ്റ് എന്ന് കാണാം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നിന്നാണ് എൻട്രി എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ സെൽ എൻട്രിയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എവിടെയാണോ നമുക്ക് എൻട്രി വേണ്ടത് അവിടെ ജസ്റ്റ് അത് കൊണ്ടുപോയി വെക്കുക, ആ ലൈന് കൊണ്ടുപോയി വെക്കുക. ഓക്കെ, ഇനി SL വെക്കേണ്ടത് നമ്മുടെ ഈ ഒരു സെൽ ലിമിറ്റിൻ്റെ മുകളിലാണ്. സെൽ ചെയ്യുന്നതുകൊണ്ട് SL മുകളിലും TP താഴെയാണ് ഉണ്ടാവുക. സോ ഈ താഴെ കാണുന്ന SL എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ SLൻ്റെ ഒരു ലൈൻ അപ്പിയർ ആവും. ഓക്കെ, നമ്മൾ SL വെക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇനി TP നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലൈനുകൾ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും SL എത്ര ഡോളറാണ്, $0.88 അല്ലെങ്കിൽ 88 പോയിൻറ്റ്. TP എത്ര പോയിൻ്റാണ്, $1.82. അപ്പോൾ നമ്മുടെ കയ്യിലൊരു 5000ൻ്റെ അക്കൗണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ 1% ആണ് നമ്മൾ എന്ത് ചെയ്യണത്, റിസ്ക് ചെയ്യണത്. 1% റിസ്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എത്രയാണ്, $50 റിസ്ക് ചെയ്യുക. അപ്പം SL $50 വരണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 0.01 എടുത്തപ്പോൾ നമ്മൾ എത്രയാണ് ലോഡ് സൈസ് വന്നത്, സോറി SL വന്നത് $0.88. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, താഴെ കാണുന്നതൊന്ന് ഇതൊന്ന് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ഈ വോളിയം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കുക. ഓക്കെ, ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു SL എന്നുള്ള ഭാഗത്ത് കാണാൻ പറ്റും 58 എന്ന് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി താഴ്ത്തി. ഓക്കെ, 0.5 ആക്കി. ഓക്കെ, 0.57. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് മാറ്റാം കേട്ടോ. 0.58 ആക്കി. ഓക്കെ, അപ്പോൾ ഞാൻ 0.57. ഓക്കെ, ഇപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എത്രയാണ്, നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുന്നു. 0.56 ഇവിടെയാണ് നമ്മൾ എൻട്രി വിചാരിക്കുന്നത്. SLൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. SL ഇവിടെയാണ് വിചാരിക്കുന്നത്. TP ക്ലിക്ക് ചെയ്യുക. TP നമ്മൾ സെറ്റ് ചെയ്യുക.
ഇത്രയായി കഴിഞ്ഞാൽ 0.56 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ $50 ആയി. അപ്പം നമുക്ക് ഇതിൽ തന്നെ സിമ്പിളായിട്ട് പൊസിഷൻ സൈസിങ്ങും ഇതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഈ ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആരോ മാർക്ക് SLTP എന്നുള്ളതിൻ്റെ അടുത്തുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്ലേസ് എ സെൽ ലിമിറ്റ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓർഡർ അവിടെ ഇട്ടു. ഓക്കെ, ഇനി ഇതേ സംഭവം തന്നെയാണ് തൊട്ടടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു റൗണ്ട് ബോക്സ്, ഈ ഒരു ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു റൗണ്ട് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈ ലിമിറ്റ് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ഒരു സ്ക്വയർ, ഈ ഒരു റെക്റ്റാങ്കിൾ എന്തിനാന്ന് വെച്ചാൽ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാനിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു ലൈന് പ്രൈസ് ലെവലിൻ്റെ മുകളിലേക്കായ സെൽ ലിമിറ്റായി, പ്രൈസ് ലെവലിൻ്റെ താഴേക്കായ ബൈ ലിമിറ്റായി. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ ഒരു ബൈ ലിമിറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സിംപ്ലി അവിടെ ബൈ ലിമിറ്റ് കൊടുക്കുക, SL എവിടെയാണ് വരുന്നത് അത് കൊടുക്കുക, TP എവിടെയാണ് വരുന്നത് അത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ SL വരുന്നത് $50 കറക്റ്റാണ്. 0.56 ഇത്രയും 91 പോയിൻ്റ് വരുമ്പം എത്രയാണ് $50 കറക്റ്റാണ്. ഓക്കെ, ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങൾ ആദ്യം ഇവിടെയാണ് നിങ്ങൾ SL വിചാരിച്ചതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ഡോളറാണ് SL? $25 SL. അപ്പോൾ നമ്മുടെ 1% ആയിട്ടില്ല, $50 മതി. അപ്പം 0.69 0.76 ഓക്കെ, അറൗണ്ട് ഇപ്പോൾ നമ്മുടെ SL എത്രയായി? $50 ആയി, നമ്മുടെ ആസ് പെർ നമ്മുടെ റൂൾ അനുസരിച്ചായി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഓർഡർ ഇപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ച ഓർഡർ ഡിലീറ്റ് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ താഴെ ഡിലീറ്റ് എന്ന് കാണും, അങ്ങനെ ഡിലീറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ട്രേഡ് എന്നുള്ള ഓപ്ഷനിൽ പോവാം. അവിടെ നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുള്ള മൊത്തം ഓർഡേഴ്സ് അല്ലെങ്കിൽ റണ്ണിങ് ആവുന്ന ഓർഡേഴ്സൊക്കെ അവിടെ കാണും. ജസ്റ്റ് അതുമേ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതുമേ ലോങ് പ്രസ് ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ് ഓർഡർ എന്നുണ്ടാവും, ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പോട്ട് ഓർഡറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം ഈ ടോപ്പിലുള്ള ഈ ഒരു സ്ക്വയർ ബോക്സ് ഇത് ക്ലിക്ക് ചെയ്യുക. ഇതാണ് നിങ്ങൾ മാർക്കറ്റ് ഓർഡർ എടുക്കാൻ വേണ്ടി ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഓർഡറിൻ്റെ ഒരു വിഷയം നിങ്ങൾക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മാർക്കറ്റ് ഓർഡർ ആകുമ്പം നിങ്ങൾക്ക് ഓൾറെഡി SL TP സെറ്റ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് മാർക്കറ്റ് ഓർഡറിൽ അപ്പം തന്നെ ആ ഓർഡർ എടുത്തതിന് ശേഷം മാത്രമേ SL TP സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ലിമിറ്റ് ഓർഡർ ആകുമ്പോഴാണ് നമുക്ക് ഓൾറെഡി ഓർഡർ കൊടുക്കുമ്പം തന്നെ SLും TPയും സെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ എങ്ങനെ ഈ ഒരു പൊസിഷൻ സൈസിങ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം മാർക്കറ്റ് ഓർഡറാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ എവിടെയാണോ മാർക്കറ്റ് ഓർഡർ എടുക്കാൻ പോകുന്നത് ആ കറക്റ്റ് ഏരിയയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സെൽ ലിമിറ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ SL എവിടെയാണോ വെച്ച് അവിടേക്ക് നിങ്ങൾ ഈ ഒരു SLൻ്റെ ലൈനിൽ വരുത്തുക. ഓക്കെ, അപ്പം നോക്കുമ്പോൾ $1.53 നമ്മളുടെ, എന്നിട്ട് $1.53 ആണ്, പക്ഷേ നമുക്ക് വേണ്ടത് എത്രയാണ്? $50. ഓക്കെ, അപ്പം നമുക്കൊരു 0.5 നോക്കാം, കുറച്ച് അധികമാണ്. 0.4 നോക്കാം, 0.3 2.3. ഓക്കെ, ഇപ്പോൾ നമുക്ക് $50 ആയി. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ $50 0.33 സ്പോട്ടായിട്ട് സെല് ചെയ്താൽ മാത്രമേ ഈ ഒരു ഏരിയയിൽ $50 സ്റ്റോപ്പ് ലോസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ജസ്റ്റ് സെൽ എന്നുള്ള ബട്ടൺ നിൽക്കുക മാത്രമേ ആവശ്യമുള്ളൂ. ആ സെൽ നിന്ന് നെക്കിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ട്രേഡ് അവിടെ ആക്റ്റീവായി. ഓക്കെ, ഞാനിപ്പോൾ അവിടെ സെല്ല് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും, അത് ക്ലിക്ക് കൊടുക്കുക, അക്സെപ്റ്റ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക, എന്നിട്ട് ഒന്നും കൂടി ജസ്റ്റ് സെല്ല് നിൽക്കുക. ഇപ്പോൾ ഞാൻ ആ ഒരു ഓർഡർ അവിടെ എക്സിക്യൂട്ടായി. ഓക്കെ, ഇനി എന്നിട്ട് എന്ത് ചെയ്യുക, SL അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെയാണ് $50 വരുന്നത്, TP അറൗണ്ട് $100, 1:2. ഓക്കെ, 1:2. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് വെച്ചിട്ടേ ഉള്ളൂ. ഇത് നമ്മൾ മോഡിഫൈ എന്നുള്ള ഈ ഒരു ബട്ടൺ നിൽക്കിയാലേ ഓർഡറിലേക്ക് പോവുള്ളൂ. ജസ്റ്റ് മോഡിഫൈ കൊടുക്കുക, എന്നിട്ട് ഇത് ഡോണ്ട് ഷോ അഗെയിൻ കൊടുക്കുക. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് മോഡിഫൈ നിൽക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് അത് എന്തായിക്കോളും, റെഡി ആയിക്കോളും. ഓക്കെ കൊടുക്കുക, ഡൺ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലോസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്താൽ മതി.
ഓക്കെ. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്തായി, എത്ര ഡോളർ പോസിറ്റീവ് ആണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. ഈ സെല്ലിൻ്റെ നേരെ പുറത്ത് എത്ര ഡോളർ പ്രോഫിറ്റിലാണ്, എത്ര ഡോളർ ലോസ് ആണെന്നൊക്കെ കാണും. ഇനി അല്ലെങ്കിൽ ട്രേഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, USD സെല്ല് എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലോങ് പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്താലും മതി, ക്ലോസ് പൊസിഷൻ കൊടുത്താൽ മതി. എന്നിട്ട് ക്ലോസ് വിത്ത് പ്രോഫിറ്റ് ഡൺ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ആ ഒരു ട്രേഡ് അവിടെ ക്ലോസ് ചെയ്തു. ഇനി തിരിച്ച് ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ട്രേഡ് എടുത്ത ഹിസ്റ്ററി നിങ്ങൾക്കവിടെ കാണാം. ഇവിടുന്ന് സെല്ല് ചെയ്തു, താഴെയുള്ള ഈ ലൈനിൽ നിന്ന് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മളെടുത്ത ട്രേഡ്സൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് താഴെ ഈ കാണുന്ന ഹിസ്റ്ററി എന്നുള്ള ഈ ഒരു പാർട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഫോളോ ചെയ്തോളൂ.